നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിലിന് പരിസമാപ്തി. ബുധനാഴ്ച നടത്തിയ നിർണായക പരിശോധനയിൽ അർജുന്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തി. തെരച്ചിലിന് ഫലമുണ്ടാകുന്നത് അർജുനെ കാണാതായി 71 നാൾ. കുന്നംകുളം ചെറുവത്താണിയിൽ അജ്ഞാത സംഘം സഹോദരങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വടക്കേക്കാട് സ്വദേശികളായ തോട്ടുപുറത്ത് വീട്ടിൽ റെനിൽ, രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പോലീസ് അന്വേഷണം തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലാഭവിഹിതവും ഷെയർ തുകയും തിരികെ നൽകിയില്ലെന്നാരോപിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനു മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം. കുന്നംകുളം തൃശൂർ റോഡിലെ BRD ഓഫീസിനു മുന്നിൽ സമരം നടത്തിയത് വടക്കേക്കാട് സ്വദേശി ബെയിൻസ്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിന് സമീപം വിരണ്ടോടിയ പോത്ത് പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. ഫയർഫോഴ്സും പോലീസും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പോത്തിനെ പിടിച്ചുകെട്ടാനായത്. വിശദമായ വാർത്തയിലേക്ക്. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിലിന് പരിസമാപ്തി. ബുധനാഴ്ച നടത്തിയ നിർണായക പരിശോധനയിൽ അർജുന്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തി. അർജുനെ കാണാതായിട്ട് 71 ദിവസം പൂർത്തിയായിരിക്കവെയാണ് ലോറിയും മൃതദേഹ ഭാഗവും കണ്ടെത്താനായത്. ലോറിയുടെ കേബിനാണ് ആദ്യം പുറത്തെത്തിച്ചത്. ആദ്യം കറുത്ത ലോഹവസ്തു കണ്ടെത്തിയെന്ന വിവരമാണ് പുറത്തുവന്നത്. പിന്നീട് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹമുള്ളതായി കണ്ടെത്തിയത്. ഗംഗാവലി പുഴയുടെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ലോറി പുറത്തെടുക്കാനായത്. കാർവാർ MLA സതീഷ് സെയിൽ, കാർവാർ SP നാരായണ എന്നിവർ ഡ്രഡ്ജറിലുണ്ട്. ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലാണ് ലോറി ഉണ്ടായിരുന്നത്. ലോറി അർജുന്റേത് തന്നെയെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. 3 ഘട്ടങ്ങളിലായാണ് തെരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നത്. ശക്തമായ മഴയും അടിയൊഴുക്കും മൂലം തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത്. നാവികസേനയും ഈശ്വർ മൽപേ ഉൾപ്പെടെയുള്ളവർ തെരച്ചിലിൽ പങ്കാളികളായിരുന്നു. അർജുന്റെ സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതിനും കഴിഞ്ഞ ദിവസം ഷിരൂരിൽ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്തെത്തിയിരുന്നു. പിന്നീട് അവർ തിരികെ പോയി. തെരച്ചിലിൽ പങ്കാളികളായിരുന്ന നാവികസേനയും ചൊവ്വാഴ്ചയാണ് മടങ്ങിപ്പോയത്. ജൂലൈ 16-നാണ് അർജുനെ കാണാതായത്. കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടം കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. നിർമ്മാണ പുരോഗതി AC മൊയ്തീൻ MLA സന്ദർശിച്ച് വിലയിരുത്തി. കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടം കോൺക്രീറ്റിംഗ് ബുധനാഴ്ച രാവിലെയാണ് തുടങ്ങിയത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, T സോമശേഖരൻ, പ്രിയ സജീഷ്, വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ, ഇൻകെൽ ഊരാളുങ്കൽ പ്രതിനിധികൾ തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. കിഫ്ബി ഫണ്ടിൽ നിന്നും 76.50 കോടി രൂപ വിനിയോഗിച്ചാണ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. 1888-ലാണ് കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. ലോവർ ഗ്രൗണ്ട് ഉൾപ്പെടെ 7 നിലകളിലായി 1,45,032 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 22 ICU ബെഡ് ഉൾപ്പെടെ ആകെ 112 ബെഡുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 1.35 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണിയും 100 KLD ശേഷിയുള്ള STPയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോവർ ഗ്രൗണ്ട് നിലയിൽ സ്റ്റോർ, സർവീസ്, മോർച്ചറി, ഫയർ, പമ്പ് റൂം, ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ എന്നിവയും ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ, കാഷ്വാലിറ്റി, എക്സ്റേ, CT, അൾട്രാസൗണ്ട്, മാമോഗ്രാം എന്നീ ഡയഗ്നോസ്റ്റിക് റൂമുകളും ഒരുക്കും. 1-ാം നിലയിൽ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിനായി 10 കൺസൾട്ടേഷൻ റൂമുകളും അതിനോടനുബന്ധിച്ചുള്ള പ്രൊസീജിയർ റൂമുകളും, 2-ാം നിലയിൽ 60 വാർഡ് ബെഡുകളും 4 ഐസൊലേഷൻ റൂമുകളും, 3-ാം നിലയിൽ 12 ICU ബെഡുകളും 8 ഐസൊലേഷൻ റൂമുകൾ, 30-ാം വാർഡ് ബെഡുകളും, 4-ാം നിലയിൽ 4 ഓപ്പറേഷൻ തിയേറ്ററുകളും അതിനോടനുബന്ധിച്ച് ICU സൗകര്യത്തോടെയുള്ള PrEP, പോസ്റ്റ് OP റിക്കവറി ബെഡുകളും സജ്ജമാക്കും. 5-ാം നിലയിലായി HVC, CSSD മുതലായ സേവനങ്ങളാണ് ക്രമീകരിക്കുക. കുന്നംകുളം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ആധുനിക ആശുപത്രി കെട്ടിടം കുന്നംകുളം നഗരവികസനത്തിന്റെ നാഴികക്കല്ലാകുമെന്ന് MLA പറഞ്ഞു. പണിയുടെ ഗുണനിലവാരത്തിൽ ഏറ്റവും മികച്ച നിർമ്മിതികളിലൊന്നാവും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി നിർമ്മിക്കുന്ന ഈ ആശുപത്രി കെട്ടിടം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ആശുപത്രി കെട്ടിടം വരുന്നതോടുകൂടി ഏറ്റവും ആധുനികമായ ചികിത്സാ സൗകര്യങ്ങളുള്ള ഒന്നായി കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പണിയെടുക്കുന്ന എഞ്ചിനീയർമാർ, തൊഴിലാളികൾ എല്ലാവരും വളരെ മാസങ്ങളായി ഇവിടെയുണ്ട്. അവരുടെ എല്ലാം ആത്മാർത്ഥതയ്ക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. CCTV ന്യൂസ് കുന്നംകുളം.
എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിന് സമീപം വിരണ്ടോടിയ പോത്ത് പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. വടക്കാഞ്ചേരി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് 3 മണിക്കൂറോളം പരിശ്രമിച്ച് പോത്തിനെ വരുതിയിലാക്കി. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. തോട്ടുപാലം AH റീജൻസിക്ക് പിൻവശത്തെ പറമ്പിൽ മേയാൻ കൊണ്ടുപോയ പ്രദേശവാസിയായ ഫൈസലിന്റെ പോത്താണ് വിരണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ റിജിൻ M. തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വടക്കാഞ്ചേരി ഫയർഫോഴ്സും സ്ഥലത്തെത്തി വൈകിട്ട് 7 മണിയോടെ സാഹസികമായി പോത്തിനെ പിടിച്ചുകെട്ടുകയായിരുന്നു. കുന്നംകുളം ചെറുവത്താണിയിൽ അജ്ഞാത സംഘം സഹോദരങ്ങളെ വെട്ടി പരിക്കേൽപ്പിച്ചു. വടക്കേക്കാട് സ്വദേശികളായ തോട്ടുപുറത്ത് വീട്ടിൽ റെനിൽ, രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. റെനിലിന്റെ കഴുത്തിൽ കിടന്നിരുന്ന 1.5 പവന്റെ മാല സംഘം കവർന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. കുന്നംകുളത്ത് നിന്ന് വടക്കേക്കാട്ടേക്ക് പോകുന്നതിനിടെ നിരവധി ബൈക്കുകളിലായി എത്തിയ 15ഓളം വരുന്ന സംഘം ചെറുവത്താണിയിൽ വെച്ച് യുവാക്കളെ അസഭ്യം പറയുകയും ചോദ്യം ചെയ്ത യുവാക്കളെ കയ്യിൽ കരുതിയ ആയുധം കൊണ്ട് നെഞ്ചിന് താഴെയും കയ്യിലും വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തടയാൻ ശ്രമിക്കുന്നതിനിടെ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് തലയ്ക്കടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. പരിക്കേറ്റ സഹോദരങ്ങളെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഇരുവരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണം വിതരണത്തിന് തുടക്കമായി. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ പ്രഭാത ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PT ജോസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പ്രധാന അധ്യാപിക PB സജിത, PTA പ്രസിഡന്റ് KA അസ്ബർ, വൈസ് പ്രസിഡന്റ് K രജിത എന്നിവർ സംസാരിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ 7 ലക്ഷം രൂപ വകയിരുത്തിയാണ് പഞ്ചായത്ത് പരിധിയിലെ കേച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ, ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നത്. ഇരു വിദ്യാലയങ്ങളിലുമായി 595 വിദ്യാർത്ഥികൾക്കാണ് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുക. ഇഡ്ഡലി, സാമ്പാർ, ദോശ, സാമ്പാർ, പുട്ട്, കടല, വെള്ളപ്പം, ഗ്രീൻ പീസ് കറി എന്നീ വിഭവങ്ങളാണ് രാവിലെ സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് കഴിക്കാനായി നൽകുക. ആദ്യ ദിനത്തിൽ ഇഡ്ഡലി, ഉഴുന്നുവട, സാമ്പാർ എന്നീ വിഭവങ്ങളാണ് വിളമ്പിയത്. കടവല്ലൂർ പാടത്ത് വീണ്ടും മാലിന്യം തള്ളുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. പാതയോരത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടുന്നതിനാൽ യാത്രികരും ദുരിതത്തിലായി. ജലാശയത്തിലും റോഡിലും മാലിന്യം പരന്നുകിടക്കുകയാണ്. തോട്ടിലും പാടശേഖരത്തിലും മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് കർഷകരും പ്രതിസന്ധിയിലായി. മാസങ്ങൾക്ക് മുമ്പും മാലിന്യം തള്ളിയിരുന്നു. കർഷകർ അന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് മാലിന്യം തള്ളാനെത്തിയ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മാലിന്യ നിക്ഷേപത്തിന് ശമനമായെങ്കിലും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. തോടിലൂടെ മാലിന്യം ഒഴുകിയെത്തി കുടിവെള്ള സ്രോതസ്സുകളും ഉപയോഗശൂന്യമാകുന്ന അവസ്ഥയാണെന്ന് സമീപവാസികൾ പറഞ്ഞു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയുമുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിൽ പുൽക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നതും മാലിന്യ നിക്ഷേപകർക്ക് സൗകര്യമാവുകയാണ്. പഞ്ചായത്ത് അധികൃതർ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിരുന്നുവെങ്കിലും അറ്റകുറ്റപ്പണികൾക്കായി നീക്കം ചെയ്ത് പിന്നീട് പുനഃസ്ഥാപിച്ചിട്ടില്ല. ബന്ധപ്പെട്ട അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും കർഷകരും ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കടവല്ലൂർ പാടശേഖര സമിതി അംഗങ്ങൾ പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. പഴഞ്ഞി അരുവായ് ദേവിനഗറിലെ തോട് നിർമ്മാണം പാതിവഴിയിൽ. ദേവിനഗർ മുതൽ പൊന്നം വരെ തോട് നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു. എന്നാൽ വർഷം കഴിഞ്ഞിട്ടും പണി തുടങ്ങിയിട്ടില്ല. ഇതോടെ തോടിന്റെ പലയിടത്തും വെള്ളം പാടങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. കടവല്ലൂർ പഞ്ചായത്തിൽ നിന്നാരംഭിക്കുന്ന തോട് അരുവായ് വരെയുള്ള ഭാഗം പല ഘട്ടങ്ങളിലായി നവീകരിച്ചിരുന്നു. എന്നാൽ അരുവായ് മുതൽ പൊന്നം വരെയുള്ള ഭാഗമാണ് നവീകരിക്കാതെ കിടക്കുന്നത്. തോട് നവീകരിക്കാൻ 1 കോടി അനുവദിച്ചിരുന്നു. എന്നാൽ പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ പോലും നടപ്പായില്ല. തോട് നവീകരിച്ചാൽ ധാരാളം വെള്ളം ശേഖരിക്കാൻ കഴിയുമെന്ന് കർഷകർ പറഞ്ഞു. തോട് നവീകരണം പൂർത്തിയാക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലാഭവിഹിതവും ഷെയർ തുകയും തിരികെ നൽകിയില്ലെന്നാരോപിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം. കുന്നംകുളം തൃശൂർ റോഡിലെ BRD ഓഫീസിന് മുൻപിലായിരുന്നു സമരം. വടക്കേക്കാട് സ്വദേശി വടക്കൻ വീട്ടിൽ ബെയിൻസ് ആണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 12 വർഷം മുൻപ് വടക്കേക്കാട് BRD സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഷെയറിന് 6 ലക്ഷം രൂപ നിരക്കിൽ ബെയിൻസും ഭാര്യയും ചേർന്ന 12 ലക്ഷം രൂപ ചെലവിൽ 2 ഷെയറുകൾ എടുത്തെന്ന് പറയുന്നു. എന്നാൽ 12 വർഷം കഴിഞ്ഞിട്ടും ഷെയർ തുകയോ ലാഭവിഹിതമോ നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് കുന്നംകുളം തൃശൂർ റോഡിലെ BRD ഓഫീസിനു മുൻപിൽ ഇദ്ദേഹം കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്.
ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അപകടത്തിൽപ്പെട്ട് കാലിന് ഗുരുതരമായി പരിക്കേറ്റ തനിക്ക് ശസ്ത്രക്രിയാ സമയത്തും പിന്നീട് മകളുടെ വിവാഹ സമയത്തും ഉൾപ്പെടെ നിരവധി തവണ പണം ആവശ്യപ്പെട്ടെങ്കിലും ബലമുണ്ടായില്ലെന്ന് ബെയിൻസ് പറഞ്ഞു. പണം ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും പ്രതിഷേധക്കാരൻ അറിയിച്ചു. ഷെയർ എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഷാജൻ സാറും മില്യൻ സാർ, അപ്പോൺ സാർ, അങ്ങനെ കുറേ സാറുമാരൊക്കെ കൂടിയിട്ട് എൻകറേജ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റുകൾ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ കാണിച്ച് തന്നിട്ടാണ് എടുത്തിട്ട് ഇപ്പോൾ ഒരു 12-14 കൊല്ലമായി. 2015 വരെ ഒരു പേപ്പർ തന്നിരുന്നു ബോണസ് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ പൈസകളൊന്നും തന്നില്ല. ഇപ്പോൾ വളരെ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടിലാണ്. ചെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും തരാൻ പറ്റില്ല, നിങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറയും. അപ്പം വരുമാന മാർഗ്ഗമില്ല, മൊത്തത്തിൽ പ്രശ്നത്തിലായി. കേസ് കൊടുക്കാൻ കയ്യിൽ കാശുമില്ല. അതുകൊണ്ടാണ് ഒറ്റയാൾ സമരം നടത്തിയിട്ട് കിട്ടിയാൽ കിട്ടട്ടെ എന്ന്, കനിവുണ്ടാവട്ടെ എന്ന് വിചാരിക്കണം. എന്നാൽ 12 വർഷം മുൻപ് BRD ഷെയറുകൾക്ക് നല്ല വില ലഭിച്ചിരുന്നതായും പിന്നീട് ഷെയറുകൾക്ക് വില ലഭിക്കാതെ വന്നുവെന്നും BRD മാനേജർ ജോളി അറിയിച്ചു. ഈ സാഹചര്യത്തിൽ പലരും കോടതിയെ സമീപിക്കുകയും ഇതേ തുടർന്ന് പണം നൽകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും മാനേജർ വ്യക്തമാക്കി. CCTV ന്യൂസ്, കുന്നംകുളം. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ചൂണ്ടൽ കൃഷിഭവനിൽ സബ്സിഡി നിരക്കിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ വാഴത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് ബിനു, കൃഷി ഓഫീസർ പി റിജിത്ത്, കൃഷി വകുപ്പ് ജീവനക്കാർ, കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചുരുങ്ങിയത് 10 സെന്റ് സ്ഥലത്തിൽ 100-ലേറെ വാഴ കൃഷി ചെയ്യാൻ സന്നദ്ധരായ കർഷകർക്കാണ് വാഴത്തൈ വിതരണം ചെയ്യുന്നത്. ഗുണഭോക്തൃ വിഹിതമായി തൈ ഒന്നിന് 10 രൂപ കൃഷിഭവനിൽ അടയ്ക്കണം. 2 സെറ്റ് വീതം അപേക്ഷയും 2024-25 വർഷത്തെ നികുതി രശീതി പകർപ്പ്, ബാങ്ക് പാസ്ബുക്ക് പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നീ അനുബന്ധ രേഖകളും സമർപ്പിക്കേണ്ടതാണെന്നും കൃഷി ഓഫീസർ അറിയിച്ചു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. തലശ്ശേരി തിട്ടയിൽ 72 വയസ്സുള്ള വത്സരാജനാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെ ഭാര്യയുമൊത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയതായിരുന്നു. കുഴഞ്ഞു വീണ ഇയാളെ സഹയാത്രക്കാരുടെ സഹായത്തോടെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സ്മാർട്ട് സ്കൂളായി നവീകരിച്ച പുന്നയൂർകുളം മന്ദലാങ്കുന്ന് GF UP സ്കൂളിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. കഴിഞ്ഞ വർഷം 15 ലക്ഷം രൂപയും ഈ വർഷം 40 ലക്ഷം രൂപയും ഉൾപ്പെടെ 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂൾ നവീകരിച്ചത്. എല്ലാ ക്ലാസ് റൂമുകളിലും ടൈൽ വിരിച്ച് സീലിംഗ് ചെയ്തിട്ടുണ്ട്. പെയിന്റിംഗും പൂർത്തിയായി. പുതിയ ഫർണിച്ചറുകൾ, പ്രൊജക്ടറുകൾ, സ്ക്രീൻ, ലാപ്ടോപ്പ്, ഇന്റർനെറ്റ് സംവിധാനം, കേന്ദ്രീകൃത സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആധുനിക സാങ്കേതിക വിദ്യയുടെയും സാങ്കേതിക ഉപകരണങ്ങളിലൂടെയും സഹായത്തോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും പഠനം സർഗാത്മകവുമാക്കാൻ സാധ്യമാകുന്ന സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയിൽ സ്വച്ഛ് ഹി സേവ 2024 പ്രവർത്തനങ്ങൾ വിപുലമായി നടത്തുവാൻ തീരുമാനിച്ചതായി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വച്ഛ് ഹി സേവ ക്യാമ്പയിൻ, പ്രോഗ്രാം ലോഞ്ചിംഗ്, മാലിന്യമുക്ത നവകേരള പദ്ധതി എന്നിവയ്ക്ക് തുടക്കമിട്ടതായും ചെയർപേഴ്സൺ അറിയിച്ചു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ 2025 മാർച്ച് 30 വരെ നീണ്ടുനിൽക്കുന്ന നഗരസഭാതല മാലിന്യമുക്ത നവകേരളം പദ്ധതിക്ക് തുടക്കമാകും. പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുറക്കുളം മത്സ്യ മാർക്കറ്റ്, തൊഴിലാളി സംഘടനകൾ, വ്യാപാരികൾ എന്നിവരുടെ യോഗം, EK നായനാർ സ്മാരക ബസ് സ്റ്റാൻഡ് പരിസരത്ത് സിഗ്നേച്ചർ ക്യാമ്പയിൻ, സാനിറ്ററി മാലിന്യ ശേഖരണം, അക്രി ആപ്പ് ഉപയോഗപ്പെടുത്തൽ എന്നിവയുടെ ഫ്ളാഗ് ഓഫ്, ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ ബാസ്കറ്റ്ബോൾ ത്രോ മത്സരം, നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ അസംബ്ലി സമയത്ത് മാലിന്യമുക്ത പ്രതിജ്ഞ, അതത് വാർഡുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ, CV സ്മാരക ലൈബ്രറി ഹാളിൽ +2 ഹൈസ്കൂൾ തലത്തിൽ പ്രസംഗ മത്സരം, UP ഹൈസ്കൂൾ തലത്തിൽ ചിത്രരചനാ മത്സരം, നഗരം ചുറ്റിയുള്ള സ്വച്ഛ് ഹി സേവ കൂട്ടയോട്ടം, കക്കാട് കുളം ക്ലീൻ ഡ്രൈവ് പരിപാടി, കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ മാലിന്യ സംസ്കരണം പഠിക്കാം എന്ന വിഷയത്തിൽ യൂത്ത് മീറ്റ്, പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ സ്വച്ഛ് ഹി സേവ ഫ്ളാഷ് മോബ് എന്നിവ സംഘടിപ്പിക്കും. ഗാന്ധി ജയന്തി ദിനത്തിൽ രാവിലെ 7 മണിക്ക് തുറക്കുളം മാർക്കറ്റ്, അനുബന്ധ റോഡുകൾ എന്നിവ സ്പെഷ്യൽ ക്ലീൻ ഡ്രൈവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചീകരിക്കും. തുടർന്ന് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ നഗരസഭാതല ഉദ്ഘാടനം തുറക്കുളം മാർക്കറ്റിൽ നടത്തുമെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. തുറക്കുളം മാർക്കറ്റിന്റെ ഒരു ശുചീകരണമാണ് നമ്മൾ ഒക്ടോബർ 2 നടത്താൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അവരുടെ തൊഴിലാളികളുടെ യോഗം നഗരസഭയിൽ ചർച്ച നടത്തുന്നുണ്ട്. നാളെ 11 മണിക്ക് സാനിറ്ററി മാലിന്യ ശേഖരണം, ആക്രി ആപ്പ് ഉപയോഗപ്പെടുത്തൽ,
ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അത് നമ്മൾ ഇതുവരെ നമുക്ക് മാലിന്യ സംസ്കരണം വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. ഖരമാലിന്യ സംസ്കരണം നടത്തി, ദ്രവമാലിന്യ സംസ്കരണം നടത്തി. പക്ഷെ അതിലൊന്നും പെടാത്ത നമ്മുടെ ഈ സാനിറ്ററി ഡയപ്പറൊക്കെ അത് മാത്രം നമ്മുടെ ഈ ഹരിതകർമ്മസേന ശേഖരിച്ചിരുന്നില്ല. കമ്പനിയായിട്ട് അതിൻ്റെ ഒരു റേറ്റും ഒക്കെ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ളതാണ്. 1 കിലോയ്ക്ക് 44 രൂപ പ്ലസ് GST ആണ് അതിൻ്റെ റേറ്റ്. വാർത്താ സമ്മേളനത്തിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രിയ സജീഷ്, ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P ജോൺ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. പുന്നയൂർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിലെ കലോത്സവം തകതിമി 2024 തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന കലാമേള നാടൻപാട്ട് കലാകാരൻ സുനിൽ തൊഴിയൂർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക PR ഗീതാകുമാരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് സ്നേഹം മോഹൻ അധ്യക്ഷത വഹിച്ചു. പുന്നയൂർകുളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കലോത്സവ ലോഗോ ഡിസൈൻ ചെയ്ത CS ശ്രീനന്ദയ്ക്ക് വാർഡ് മെമ്പർ ശോഭ പ്രേമൻ ഉപഹാരം നൽകി. ജയകൃഷ്ണൻ, വാഹിദ, P ഫൈസൽ, സ്വാഗി, നീതു, രമ്യ, നൂർജഹാൻ, ശ്രീദേവി, സോയ, ഫിബിൻ, ഷിഫാന തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ അഷ്ടമിരോഹിണി മഹോത്സവത്തിലെ കൃഷ്ണ രാധ ഗോപികമാരുടെ നൃത്തച്ചുവടുകൾ തിരുപ്പതി ദേവസ്ഥാനത്തേക്ക്. ജന്മാഷ്ടമി സുദിനത്തിൽ ഗുരുഭവനപുരിയെ അമ്പാടിയാക്കി മാറ്റിയ ഉറിയടി, ഗോപിക നൃത്തം, രാധാമാധവ നൃത്തം, മയൂര നൃത്തം എന്നിവയാണ് തിരുപ്പതി ബ്രഹ്മോത്സവത്തിലെ സവിശേഷമായ ഗരുഡ സേവാദിനത്തിലാണ് അരങ്ങേറുന്നത്. ഇതോടൊപ്പം തിരുവാതിരക്കളിയും മോഹിനിയാട്ടവും അവതരിപ്പിക്കും. ഇതിനായി 3 ബസ്സുകളിൽ 130ഓളം പേർ ഒക്ടോബർ 5 സന്ധ്യയ്ക്ക് ഗുരുവായൂരപ്പന്റെ ദീപാരാധനയ്ക്ക് ശേഷം തിരുപ്പതിയിലേക്ക് പുറപ്പെടും. കേരളത്തെ പ്രതിനിധീകരിച്ച് തിരുപ്പതി ബ്രഹ്മോത്സവത്തിൽ പങ്കെടുക്കുന്ന ഈ സംഘത്തിനുള്ള യാത്ര, താമസം, ദർശനം, ഭക്ഷണം, പരിപാടികളുടെ ഏകോപനം എന്നിവ നിർവഹിക്കുന്നത് തിരുപ്പതി ദേവസ്വത്തിനു കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് ശ്രീ ശ്രീനിവാസ സേവാ ട്രസ്റ്റാണ്. ഇതിനുള്ള ഒരുക്കങ്ങൾ ട്രസ്റ്റി അംഗങ്ങളായ KR ദേവദാസ്, SK മീനാക്ഷി, വിനോദ് ദാമോദരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഗോപികാ നൃത്തത്തിന് സുനിൽകുമാർ ഒരുമനയൂരും, ഉറിയടിക്ക് ഉത്തര രാജീവും, രാധാമാധവ നൃത്തത്തിന് കലാക്ഷേത്ര മീരാസുധനും പരിശീലനം നൽകും. ഉറിയടിയിൽ ആർദ്ര S നായർ, കൃഷ്ണശ്രീ, ആൻമിക, ഗൗരീനന്ദ എന്നിവർ കൃഷ്ണവേഷമണിയുമ്പോൾ മാസ്റ്റർ സായന്താണ് സുധാമാവാകുന്നത്. ഗോപികാ നൃത്തത്തിൽ ഇന്ദുബാലയും രാധാമാധവ നൃത്തത്തിൽ അമൃതയും കൃഷ്ണന്മാരാകുമ്പോൾ രാധമാരായി വൈഗ S നായരും അനഘ P കൃഷ്ണകുമാറും വേഷമിടും. ഹരികുമാറിന്റെ നേതൃത്വത്തിൽ മയൂര നൃത്തവും പ്രിയ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളിയും സിനി ആർട്ടിസ്റ്റ് ചാന്ദിനി ഷൈജുവിന്റെ നേതൃത്വത്തിൽ മോഹിനിയാട്ടവും അരങ്ങേറും. നാദസ്വരത്തിന് സുജേഷ് ഗുരുവായൂരും മേളത്തിന് കായംകുളം രാജേന്ദ്രനും അമരക്കാരാകും. CCTV ന്യൂസ് ഗുരുവായൂർ. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കാഴ്ച പരിമിതിയുള്ള 73കാരനെ അയൽവാസി മർദ്ദിച്ചതായി പരാതി. കോട്ടപ്പടി അങ്ങാടിയിൽ മാളിയമ്മാവ് അല്ലേഷിനാണ് മർദ്ദനമേറ്റത്. വീടിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് മർദ്ദിക്കുകയായിരുന്നുവെന്ന് അല്ലേഷ് പറഞ്ഞു. കാഴ്ച പരിമിതിയുള്ള ഇയാളെ റോഡിലേക്ക് തള്ളിയിട്ട ശേഷം അക്രമി രക്ഷപ്പെട്ടു. അവശനായ ഇയാൾ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. അയൽവാസി നെൽസനെതിരെ പോലീസ് കേസെടുത്തു. ഗ്രീൻ ആർമിയുടെ ട്രേ ഞാറ്റടിക്ക് സ്വീകാര്യതയേറുന്നു. പുലിയന്നൂർ പാടശേഖരത്തിലെ 40 ഏക്കർ കൃഷിക്കുള്ള ട്രേ ഞാറ്റടി തുടങ്ങി ഇത്തവണ 1200 ഏക്കർ മുണ്ടകൻ കൃഷിക്കാണ് ട്രേ ഞാറ്റടി ഒരുക്കുന്നത്. സാധാരണ വിതയ്ക്കുന്ന രീതിയിൽ നിന്നും കോൾപ്പാടശേഖരങ്ങളും ട്രേ ഞാറ്റടിയിലേക്ക് മാറുകയാണ്. ട്രേയിൽ ഞാറ്റടി ചെയ്യുമ്പോൾ പ്രതിരോധശേഷി വർദ്ധിക്കുമെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുമെന്നും കർഷകർക്ക് പ്രതീക്ഷയുണ്ട്. 2019-20 ഗ്രീൻ ആർമി ട്രേ ഞാറ്റടി വ്യാപകമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. യന്ത്രവൽകൃത ഞാറ്റടിക്ക് സബ്സിഡി നൽകാൻ ജില്ലാ ആസൂത്രണ സമിതി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെയുള്ള സീറോ വേസ്റ്റ് ക്യാമ്പയിനിലൂടെ മാർച്ച് 31 കേരളം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിനും ട്രേ ഞാറ്റടി സഹായകമാകുമെന്ന് ഗ്രീൻ ആർമി മുഖ്യ സംയോജക് MR അനൂപ് കിഷോർ പറഞ്ഞു. പ്ലാസ്റ്റിക് ഷീറ്റിൽ ഞാറ്റടി തയ്യാറാക്കൽ നിർത്തി അടുത്ത സീസണിൽ പൂർണ്ണമായി ട്രേ ഞാറ്റടിയിൽ ഗ്രീൻ ആർമി നിലയുറപ്പിക്കും. പാടത്ത് പ്ലാസ്റ്റിക് ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും. കഴിഞ്ഞ വർഷം 500 ഏക്കറിലായിരുന്നു ഗ്രീൻ ആർമിയുടെ ഞാറ്റടി പരീക്ഷണം. പൂർണ്ണമായും മണ്ണൊഴിവാക്കി ചകിരി കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റും ചേർന്ന് യന്ത്രം ഉപയോഗിച്ച് ട്രേയിലാണ് ഞാറ്റടി തയ്യാറാക്കുന്നത്. സാധാരണ കർഷകർ ഉപയോഗിക്കുന്ന വിത്തിന്റെ 1/3 ഭാഗം മാത്രമേ യന്ത്ര ഞാറ്റടിയിൽ വേണ്ടിവരുന്നുള്ളൂ. കാർഷിക സർവകലാശാലയിലെ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷന്റെ സഹായവുമുണ്ട്.
കേരളത്തിൽ നെൽകൃഷി മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന ഒന്നായി ഗ്രീൻ ആർമിയുടെ ഈ മാതൃക മാറുമെന്നാണ് പ്രതീക്ഷ. CCTV ന്യൂസ്, വേലൂർ. ഒരുമനയൂർ കൃഷിഭവന്റെ കീഴിലുള്ള തനിമ ആഴ്ചച്ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV കബീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കൃഷി ഓഫീസർ എമിലി രാജേഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കയ്യുമു ടീച്ചർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലോമിന ടീച്ചർ, വാർഡ് അംഗങ്ങൾ, കൃഷി അസിസ്റ്റന്റുമാരായ സിമി TK, R ജയൻ, കർഷകർ എന്നിവർ പങ്കെടുത്തു. സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിന്റെയും അമിത വേഗതയുടെയും പശ്ചാത്തലത്തിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, മോട്ടോർ വാഹനവകുപ്പ് ഗുരുവായൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മാത്യു, കുന്നംകുളം പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിത, കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് ബിനു, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി, പഞ്ചായത്ത് അംഗങ്ങൾ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, വ്യാപാരി പ്രതിനിധികൾ, ഓട്ടോ, ലൈറ്റ് ആൻഡ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികൾ, ബസ് ഓണേഴ്സ് ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ചർച്ചകളെ തുടർന്ന് പ്രധാന തീരുമാനങ്ങളെടുത്താണ് യോഗം അവസാനിപ്പിച്ചത്. മരണം വിതയ്ക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടവും അമിത വേഗതയും നിയന്ത്രിക്കുക, ബസ് സ്റ്റോപ്പുകളിൽ നിന്നും വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും കയറ്റിക്കൊണ്ടുപോകുക, പെർമിറ്റുള്ള ബസ് സർവീസുകൾ നിർത്തിവെച്ചത് പുനരാരംഭിക്കുക, യാത്രക്കാർക്കും വാഹന ഗതാഗതങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്ന റോഡരികിൽ പാർക്ക് ചെയ്തു പോകുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കുക, റോഡിലും റോഡരികിലും യാത്രക്കാർക്കും വാഹനക്കാർക്കും തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ വഴിയോര കച്ചവടങ്ങൾ നിയന്ത്രിക്കുക, വടക്കാഞ്ചേരി റോഡിലും തൃശൂർ റോഡിലും ആളൂർ റോഡിലും കുന്നംകുളം റോഡിലും ബസ്സുകൾ ബസ് സ്റ്റോപ്പിൽ നിന്നു മാത്രം യാത്രക്കാരെ കയറ്റുക, റോഡിന്റെ പ്ലാറ്റ്ഫോമുകളിൽ കച്ചവടം ചെയ്യുന്നത് നിർത്തലാക്കുക, വടക്കാഞ്ചേരി റോഡും മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കുക, ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും മാസത്തിലൊരിക്കൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേരുന്നതിനും യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. പെങ്ങാമുക്ക് കരിച്ചാൽ റോഡരികിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. വലിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് ഇവിടെ മാലിന്യം പലയിടങ്ങളിലായി തള്ളിയിട്ടുള്ളത്. മുൻപ് മാലിന്യം സ്ഥിരമായി തള്ളുന്ന ഭാഗത്ത് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇതോടെ ക്യാമറയില്ലാത്ത ഭാഗങ്ങളിലാണ് ഇപ്പോൾ മാലിന്യമിടുന്നത്. മാലിന്യങ്ങൾ തിന്നാനെത്തുന്ന നായ്ക്കളുടെ ശല്യവും മേഖലയിൽ രൂക്ഷമാണ്. റോഡരികിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്തും നാട്ടുകാരും. കടങ്ങോട് പഞ്ചായത്തിലെ പള്ളിമേപ്പുറം ഞാവലിന് സമീപം മണ്ണിട്ട് വയൽ നികത്തുന്നു. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പിടാൻ ചാലുകീറുന്ന മണ്ണ് ഉപയോഗിച്ചാണ് നെൽവയൽ വ്യാപകമായി നികത്തുന്നത്. മണ്ണടിച്ചിരുന്ന ഒരു ലോറി എരുമപ്പെട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കൃഷി ഓഫീസറും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി റിപ്പോർട്ട് തയ്യാറാക്കി. ഇത്തരത്തിൽ കടങ്ങോട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജൽജീവൻ പദ്ധതിയുടെ മണ്ണ് ഉപയോഗിച്ച് വ്യാപകമായി നെൽവയൽ നികത്തുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. പഞ്ചായത്ത്, കൃഷിഭവൻ, റവന്യൂ വകുപ്പ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി കുറ്റപ്പെടുത്തി. മണ്ണ് ലേലം ചെയ്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതിനു പകരം നെൽവയലുകൾ നികത്താൻ അധികൃതർ അവസരം നൽകുകയാണെന്ന് AIKS ആരോപിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ പല പദ്ധതിയുടെയും ഭാഗമായി നീക്കം ചെയ്ത മണ്ണ് നെൽവയലുകൾ നികത്താൻ ഉപയോഗിച്ചിരുന്നു. അത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കൃഷി, റവന്യൂ അധികാരികൾ RDOയ്ക്ക് റിപ്പോർട്ട് നൽകുന്നുണ്ടെങ്കിലും മണ്ണ് നീക്കം ചെയ്യുവാനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്നും AIKS കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സത്താർ ആദൂർ ആരോപിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ദേശീയ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നീണ്ടൂർ ദുബായ് റോഡിൽ താമസിക്കുന്ന ജമാലിന്റെ മകൻ MJ മുഹമ്മദ് ഹാദിയെ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം മൊമന്റോ നൽകി. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചിറമനങ്ങാട് മധുരം നൽകി. മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, മണ്ഡലം സെക്രട്ടറി ബിജു ആദൂർ, റഫീഖ് ഐനിക്കുന്നത്ത്, സുനിൽ ചിറമനങ്ങാട്, INTUC മുൻ ലീഡർ മോഹനൻ നീണ്ടൂർ, അഷ്റഫ് MS, INTUC മണ്ഡലം പ്രസിഡന്റ് KM സുഭാഷ് എന്നിവർ സംസാരിച്ചു. കടവലൂർ കൊരട്ടിക്കര കുണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്ന പരിഹാര കർമ്മങ്ങളുടെ മുന്നോടിയായി വെള്ളിയാഴ്ച രാവിലെ 9-ന് തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർക്ക് സ്വീകരണവും വെച്ചു നമസ്കാരവും നടത്തും. ഒക്ടോബർ 2 മുതൽ 6 വരെയാണ് ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന്റെ ഭാഗമായുള്ള പരിഹാര കർമ്മങ്ങളും പ്രത്യേക പൂജകളും നടത്തുക. കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഒക്ടോബർ 13 മുതൽ പെരുമ്പുള്ളി ഗണേശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭാഗവത സപ്താഹയജ്ഞവും വേദപാരായണവും തുടങ്ങും. ഒക്ടോബർ 20-ന് നടത്തുന്ന യജ്ഞ സമർപ്പണത്തോടെയാണ് സമാപനം. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടായിരിക്കും.
മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നടത്തി. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ് ഉദ്ഘാടനം നിർവഹിച്ചു. പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ജില്ലയിലെ കൂടുതൽ വിദ്യാർത്ഥികളുള്ള സ്കൂൾ എന്ന നിലയിൽ ഭരണസമിതി കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താനുള്ള പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന, വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹസീസ്, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹറ ഉസ്മാൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്ത് കരിക്കാട് പാടശേഖരത്തിലെ 300 പറ കൃഷിയിടത്തിൽ മുണ്ടകൻ കൃഷിക്കുള്ള നടീൽ ആരംഭിച്ചു. കൃഷിയിടം ഒരുക്കുന്നതിന് 3 തവണ പാടം ഉഴൽ നടത്തുകയും 1 തവണ നിരപ്പാക്കുകയും ചെയ്തതിനു ശേഷം മണ്ണിന്റെ അമ്ലാംശം കുറയ്ക്കാൻ നീറ്റുകക്ക വിതറുകയും വെള്ളം വാർത്തുകളയുകയും ചെയ്തു. ഇതിനായി കൃഷിവകുപ്പ് സബ്സിഡി നിരക്കിൽ നീറ്റുകക്ക വിതരണം ചെയ്തിരുന്നു. 8 മുതൽ 10 ദിവസത്തിനുള്ളിൽ ആദ്യ വളപ്രയോഗം നടത്തും. ഇതിനിടയിൽ തുലാമഴ കനത്താൽ കൃഷിക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ നെൽച്ചെടികൾക്ക് അനുയോജ്യമാണെന്ന് കർഷകർ പറഞ്ഞു. 2 ആഴ്ചയായി ലഭിച്ച വെയിൽ ഞാറുകളുടെ മൂപ്പ് പാകമാകുന്നതിനും കരുത്തു കൂട്ടുന്നതിനും സഹായിച്ചിട്ടുണ്ട്. പാടത്ത് തന്നെ ഒരുക്കിയ ഞാറ്റടിയിൽ വളർത്തിയ ഞാറുകളാണ് പറിച്ചു നടുന്നത്. തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഏജന്റുമാരുടെ സഹായത്തോടെ എത്തിച്ച വിദഗ്ധരായ തൊഴിലാളികളാണ് പറിച്ചുനടിയിൽ നടത്തുന്നത്. കൃഷി സീസണിൽ മാത്രം കുടുംബസമേതമെത്തുന്ന ഇവർ ഇവിടെ തമ്പടിച്ച് ജോലികൾ ചെയ്ത് സീസൺ കഴിയുന്നതോടെ മടങ്ങുകയാണ് പതിവ്. ഏക്കറിന് 4500 മുതൽ 5000 രൂപ വരെയാണ് കൂലി. നടീലിനുള്ള ഇവരുടെ വൈദഗ്ധ്യം വിളവ് കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. ഇതര സംസ്ഥാനങ്ങളിലെ ആദിവാസി ഊരുകളിൽ നിന്നുപോലും നെൽകൃഷി ജോലികൾക്ക് ആളുകൾ എത്തുന്നുണ്ട്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചാലിശ്ശേരി മാർത്തോമ പള്ളിയിൽ കുന്നംകുളം സെന്റർ മാർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നിറവോണം 2024 ഓണാഘോഷം സംഘടിപ്പിച്ചു. യുവജന സഖ്യം പ്രസിഡന്റ് ഫാദർ സുനു ബേബി കോശി ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി, പഴഞ്ഞി, കുന്നംകുളം, ആർത്താറ്റ്, മൂക്കുതല, കാട്ടകമ്പാൽ, പെങ്ങാമുക്ക് തുടങ്ങിയ പള്ളികളിൽ നിന്നുള്ള യുവജനങ്ങൾ വിവിധ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തു. വയനാടിനൊരു കരുതൽ പദ്ധതിക്കായി സമ്മാന പൂക്കളം സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ജീവൻ ജെമി അധ്യക്ഷനായി. ദീനബന്ധു മിഷൻ ഡയറക്ടർ ഫാദർ ഷൈമോൻ ഏലിയാസ് മുഖ്യാതിഥിയായി. മത്സരവിജയികൾക്ക് വൈദികർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യുവജന സഖ്യം കുന്നംകുളം സെന്റർ സെക്രട്ടറി ക്രിസ്ത്യ M. പുത്തൂർ, ജോയിന്റ് സെക്രട്ടറി ജിമൽ P. ജിക്സൺ, പള്ളി ട്രസ്റ്റി സുമ വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. എയ്യാൽ ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് നടന്നുവന്നിരുന്ന ആവേശകരമായ തായംകളി മത്സരത്തിന് കൊടിയിറങ്ങി. സുലൈമാൻ കടങ്ങോട് വിജയിയായി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ഉപഹാരം നൽകി. അഖിൽ AC, സുബിൻ AS, ഷനോജ് KG, KK രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ഥിരം അപകട മേഖലയായ കടവല്ലൂർ ഹൈവേ പഴഞ്ഞി റോഡിലെ അമ്പലം റോഡിനോട് ചേർന്ന് ഇലവൻസ് കടവല്ലൂർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. നേരത്തെ 1 തവണ ഇത്തരത്തിലുള്ള കണ്ണാടി സ്ഥാപിച്ചിരുന്നുവെങ്കിലും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ആൽമരം മുറിക്കുന്ന സമയത്ത് നീക്കം ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇരു റോഡുകളിൽ നിന്നും വരുന്നവർക്ക് പരസ്പരം വാഹനങ്ങൾ കാണാൻ കഴിയാതെ അപകടങ്ങൾ പതിവായതോടെയാണ് ഇലവൻസ് കടവല്ലൂർ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള കണ്ണാടി സ്ഥാപിച്ചത്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിൽ അയ്നൂരിൽ നിർമ്മിക്കുന്ന കുരിശുപള്ളിയുടെ നിർമ്മാണം തുടങ്ങി. കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ഫാദർ സൈമൺ വാഴപ്പിള്ളി എന്നിവർ സഹകാർമ്മികരായി. കത്തീഡ്രൽ ട്രസ്റ്റി സന്തോഷ് CJ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയും ചാവക്കാട് കാത്തലിക് സിറിയൻ ബാങ്കും സംയുക്തമായി ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലിം അധ്യക്ഷത വഹിച്ചു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ AV, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, കാത്തലിക് സിറിയൻ ബാങ്ക് മാനേജർ ഉണ്ണികൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി ആകാശ് MS, ക്ലീൻ സിറ്റി മാനേജർ V. ദിലീപ്, വാർഡ് കൗൺസിലർ ഷാനവാസ് KV, മറ്റു നഗരസഭാ കൗൺസിലർമാർ, സീനിയർ പബ്ലിക് ഇൻസ്പെക്ടർ ആസിയ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ M. ഷമീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശിവപ്രസാദ്, ഹരികൃഷ്ണൻ, സോണിയ, ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ രശ്മി, നഗരസഭാ ഉദ്യോഗസ്ഥർ, ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു.
അധ്യാപക ഒഴിവ്. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിത അധ്യാപകരുടെ 2 താൽക്കാലിക ഒഴിവിലേക്ക് ശനിയാഴ്ച രാവിലെ 10:30 അഭിമുഖം നടത്തും. അർഹരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. CPM തിരുവത്ര ബ്രാഞ്ചിന്റെ സെക്രട്ടറിയും ദീർഘകാലം ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന KT അപ്പുകുട്ടന്റെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കുഞ്ചേരി ദേശാഭിമാനി വായനശാലയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം TM ദിലീപ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MR രാധാകൃഷ്ണൻ, ഷീജ പ്രശാന്ത്, KK മുബാറക്, CPM തിരുവത്ര ലോക്കൽ സെക്രട്ടറി KH സലാം, KT അപ്പുകുട്ടന്റെ ഭാര്യ നളിനി തുടങ്ങിയവർ സംസാരിച്ചു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് BJP പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. TP വിനോദിനിയമ്മ മന്ദിരത്തിൽ വെച്ചാണ് പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തിയത്. BJP പുന്നയൂർക്കുളം ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് TK ലക്ഷ്മണൻ, BJP ഗുരുവായൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ്, മണ്ഡലം സെക്രട്ടറി സീന സുരേഷ്, ബിനിത സുരേഷ്, യുവമോർച്ച ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് കിരൺ ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം കൽപ്പക വെഡ്ഡിങ്സ് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ സീസൺ സെയിൽ 2024 സമ്മാന വിതരണം നടന്നു. സീസൺ സെയിൽ 2024 ഗ്രാൻഡ് പ്രൈസ് സമ്മാനമായ 10 പേർക്കുള്ള സ്വർണ്ണമാലയും ഡയമണ്ട് ലോക്കറ്റും വിജയികൾക്ക് നൽകി. നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ വിജയികളായ ശ്രേയ നിതിൻ ഗുരുവായൂർ, സ്വാതി PC എളവള്ളി, മിനി VA ചൊവ്വന്നൂർ, ജനലിയ ജിൽമോൻ അഗതിയൂർ, നന്ദന നന്നമുക്ക്, ശാന്തകുമാരി തിപ്പിലശ്ശേരി, നിഷ TK പഞ്ചവടി, ലത കൊരട്ടിക്കര, സുവൈബ ഗലീൽ എന്നിവർക്ക് സമ്മാനദാനം നിർവഹിച്ചു. ചടങ്ങിൽ പാർട്ട്ണർമാരായ ബിജു KS, ബിന്ദു വിനോദൻ, പ്രീതിമോൻ, വാസ്മിത്, കൽപ്പക സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സീസൺ സെയിൽ വമ്പിച്ച വിജയമാക്കിയ എല്ലാ നല്ലവരായ ഉപഭോക്താക്കൾക്കും കൽപ്പകയെ കുന്നംകുളത്തെ ബിസിനസ് മാപ്പിൽ പ്രധാന ഘടകമാക്കിയ നാട്ടുകാർക്കും കൽപ്പക മാനേജ്മെന്റ് ഹൃദ്യമായ നന്ദി അറിയിച്ചു. മിതമായ നിരക്കിൽ മികവുറ്റ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് കൽപ്പകയിൽ ഒരുക്കിയിരിക്കുന്നതെന്നും എല്ലാത്തരം പ്രായക്കാർക്കുമുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണി സജ്ജമാക്കിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഞങ്ങൾ ഈ കഴിഞ്ഞ ഓണത്തിനാണ് ഓണത്തിൻ്റെ 2-3 ദിവസം മുന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തത്. അപ്പം നമ്മളൊരു 4 കൂപ്പൺസ് ഇട്ടുണ്ടായിരുന്നു. അതിൽ ഡെയിലി പ്രൈസ് അടിച്ചത് ഒരെണ്ണം എൻ്റെ വൈഫിനും പിന്നെ ബമ്പർ പ്രൈസ് എനിക്കാണ് അടിച്ചിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ. എന്തായാലും നമ്മൾ ഈ കൽപ്പക തന്നെ ചൂസ് ചെയ്യുന്നത് കാരണം നല്ല ക്വാളിറ്റിയാണ്, പിന്നെ നമുക്ക് നല്ല പ്രൈസുമാണ് കിട്ടുന്നത്. ഇവിടുന്ന് നല്ല കസ്റ്റമർ സർവീസുമാണ് അവർ തരുന്നത്. എന്തായാലും കൽപ്പക മാനേജ്മെൻറ്റിനും എല്ലാവർക്കും നന്ദി പറയുന്നു. CCTV ന്യൂസ് കുന്നംകുളം. NSS ദിനത്തോടനുബന്ധിച്ച് വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് സേവന ദിനമായി ആചരിച്ചു. സർക്കാരിന്റെ സ്വച്ഛതാ ഹി സേവ പദ്ധതിയുടെ ഭാഗമായി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വരെ വിവിധ പ്രവർത്തനങ്ങൾ നടത്തും. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഗുരുവായൂർ കുണ്ടുകടവ് സംസ്ഥാന പാതയിലെ വന്നേരിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നിർവഹിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രം, സംസ്ഥാന പാതയുടെ ഇരുവശങ്ങൾ, പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയവ വൃത്തിയാക്കി. പ്രിൻസിപ്പൽ KS സന്ധ്യ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ M അൻവർ റഷീദ്, NSS ജനറൽ ലീഡർമാരായ ഫർസീൻ, മാളവിക, ഷഫ്സ, സിദ്ദിഖ്, ഷിഹാബ് എന്നിവർ നേതൃത്വം നൽകി. സ്കൂളിലെ 100ഓളം NSS വളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 7020 രൂപ, പവന് 56,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. പുന്നൂർക്കുളം അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തങ്ങൾപ്പടി ബീച്ച് റോഡിൽ കുരിപ്പറമ്പിൽ പരേതനായ രവി മകൻ 29 വയസ്സുള്ള ഹൃദയിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അമ്മിണി മാതാവും ശരണ്യ, ഹിരണ്യ എന്നിവർ സഹോദരിമാരുമാണ്. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ പഴഞ്ഞി കാഞ്ഞിരമുക്ക് ചീരൻ ചേറപ്പൻ മകൻ ഡേവിഡ് നിര്യാതനായി. 88 വയസ്സായിരുന്നു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി മുൻ കൈക്കാരനായിരുന്നു. സംസ്കാരം പെങ്ങാമുക്ക് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ചൊവ്വന്നൂർ പൊറത്തൂർ കുടുംബാംഗവും കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥയായിരുന്ന പരേതയായ കൊച്ചണ്ണയാണ് ഭാര്യ. സണ്ണി, ഡെയ്സി, മിനി എന്നിവർ മക്കളാണ്. അയനൂർ ചീരൻ മാത്യു മകൻ കുഞ്ഞപ്പൻ നിര്യാതനായി. 87 വയസ്സായിരുന്നു.
സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്നു. ഷാജു, സിജി, ലിജി എന്നിവർ മക്കളാണ്. തയ്യൂർ അക്കര വീട്ടിൽ വിൽസൺ എന്ന ഔസേപ്പ് നിര്യാതനായി 59 വയസ്സായിരുന്നു. സംസ്കാരം തയ്യൂർ നിത്യസഹായ മാതാ പള്ളിയിൽ നടത്തി. ലൂസി ഭാര്യയും വിൻസി, ലിൻസി എന്നിവർ മക്കളുമാണ്. കുറുക്കൻപാറ 5 സെന്റിൽ തോലത്ത് ജോസഫ് ഭാര്യ ലില്ലി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം മാർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്നു. റോയ്, ഉഷ, പ്രേമ, ബിന്ദു, സിന്ധു എന്നിവർ മക്കളാണ്. കുന്നംകുളം വലിയങ്ങാടി പനക്കൽ വീട്ടിൽ പരേതനായ പത്രോസ് മകൻ ചേറുകുട്ടി നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ നടക്കും. സിൽവി ഭാര്യയാണ്. സീന, സിനിത, സിമി എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി തിപ്പല്ലൂർ പാലക്കൽ വീട്ടിൽ താമൻ എന്ന കുഞ്ഞുമോൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. പരേതയായ വിലാസിനിയാണ് ഭാര്യ. രമേശ്, പ്രീത, അനിത എന്നിവർ മക്കളാണ്. സംസ്കാരം നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിലിന് പരിസമാപ്തി. ബുധനാഴ്ച നടത്തിയ നിർണായക പരിശോധനയിൽ അർജുന്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തി. തെരച്ചിലിന് ഫലമുണ്ടാകുന്നത് അർജുനെ കാണാതായി 71-ാം നാൾ. കുന്നംകുളം ചെറുവത്താണിയിൽ അജ്ഞാത സംഘം സഹോദരങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വടക്കേക്കാട് സ്വദേശികളായ തോട്ടുപുറത്ത് വീട്ടിൽ റെനിൽ, രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പോലീസ് അന്വേഷണം തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലാഭവിഹിതവും ഷെയർ തുകയും തിരികെ നൽകിയില്ലെന്നാരോപിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം. കുന്നംകുളം തൃശൂർ റോഡിലെ BRD ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത് വടക്കേക്കാട് സ്വദേശി ബെയിൻസ്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിന് സമീപം വിരണ്ടോടിയ പോത്ത് പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. ഫയർഫോഴ്സും പോലീസും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പോത്തിനെ പിടിച്ചുകെട്ടാനായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv.online.tv. നമസ്കാരം.